ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടീലുമായിട്ടാട്ടോ. പച്ചക്കറിയല്ലേ? ഇപ്പൊ പൂക്കാലം വരികയാണല്ലോ. മഴക്കാലം അങ്ങോട്ട് കുറഞ്ഞ പിന്നെ പൂക്കൾ അങ്ങോട്ട് ഉണ്ടായിട്ട് ഉഷാറായിട്ട് പറഞ്ഞാല് നമ്മൾ പൂച്ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂക്കുന്ന ടൈം ഇനി മുതൽ. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ മെലസ്റ്റോമ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കുറേ മെലസ്റ്റോമന്റെ ചെടി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചുകൊണ്ട് പുതിയ ചെടി ഉണ്ടാക്കാന്ന് വിചാരിച്ചാട്ടോ. അത് ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ടാവില്ല. പൂക്കളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ നഴ്സറി പോയിട്ട് മെലസ്റ്റോമ ചെടി വാങ്ങിയിരിക്കും. അത്രക്കും ഭംഗിയാണത്. അത് ഇല കാണാതെ പൂക്കൂട്ടോ. അതിന് നല്ല വെയിലും വേണം. അപ്പൊ ഞാന് ഇന്ന് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് മെലസ്റ്റോമ ചെടി നടീലോ പുതിയ തൈ ഉണ്ടാക്കലും ഉണ്ടാക്കിയിട്ട് വളർന്നു വന്നതും എല്ലാം ഞാൻ കാണിക്കാം കേട്ടോ. എന്നാ വരും. ഈ ചെടീന്റെ തൈ ഉണ്ടാക്കിയതാ ഞാനിത്. എത്ര പെട്ടെന്ന് ഉണ്ടാക്കാന്നറിയോ? നിറയെ വേര് പിടിച്ചിട്ട് ഞാൻ ചെറിയ ഒരു കമ്പായിരുന്നു നട്ടത്. ആ കമ്പ് മുളച്ചുണ്ടായിട്ട് എത്ര തൈ ഉണ്ടായിന്നറിയോ? 1 2 3 4 5 5 തൈകൾ കിട്ടി. 5 കമ്പാ. ഇതാ ശാഖകൾ വരെ വന്നു കേട്ടോ. എല്ലാത്തിനും ശാഖകൾ വന്നു. അപ്പൊ ഈ ചെടി വളർന്ന് പന്തലിച്ച് ഇതുപോലെ ഭംഗി വരും. എല്ലാരെ കണ്ണു ഇതിമേലേക്കാട്ടോ. ഇതെങ്ങനെയാണ് ഇതിങ്ങനെ ഉണ്ടാവുന്നത് ചോദിക്കാത്തവരില്ല. കമ്പാണോ മുളച്ചുണ്ടാകുന്നത് എന്നോട് ചോദിക്കും ഇതിൽ കൂടെ പോകുന്നവര്. ഇത് റോഡ് സൈഡാണല്ലോ. അപ്പൊ വിനോദസഞ്ചാരികളൊക്കെ പോകുമ്പോ വണ്ടി നിർത്തിയിട്ട് ചോദിക്കും ഇത് കമ്പാണോ തയ്യാണോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയൂ എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറയും ഇത് നഴ്സറിന്ന് വാങ്ങിയതാണ്, ഭയങ്കര വില കൊടുത്ത് വാങ്ങിയതാണ്, കമ്പ് മുളക്കൂരാൻ. അങ്ങനെ പല ആൾക്കാരും ചോദിച്ചു, അവരൊക്കെ പറഞ്ഞു വിടും. ഞാൻ അങ്ങനെ വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് പരിശോധന നടത്തിയ ഇത് പരീക്ഷണം നടത്തുക, ഇത് ഉണ്ടാവോ അല്ലേ എന്നറിയാൻ. അങ്ങനെ ഞാൻ എളിയമ്മ എന്ന് പറഞ്ഞാല് നൈസ് കമ്പ് പൊട്ടിച്ചിട്ട് ഞാൻ നട്ടിട്ടതാ ഇത്രയും സൂപ്പർ ഉണ്ടായി. ഇപ്പൊ എനിക്ക് പാവാകുക. എന്നെ ഞാൻ തിരിച്ചയച്ചില്ല കുറെ പേര്. അവൻക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ പാവാകുക. കാരണം എന്താ അറിയോ, ഇത് ഞാൻ ഒതുക്കൂ, വെട്ടി അങ്ങ് കളഞ്ഞിട്ട് ഇങ്ങനെ ഒതുക്കുന്നത് വലിയ മരമാവും, കുറ്റിച്ചെടിയാവും, നമ്മളെ ഷേപ്പാക്കും, നമ്മൾ ഏതെല്ലാം ഷേപ്പാക്കുക ഒക്കെ ആവും. അപ്പൊ ഞാൻ കളിയലും കൂടിയാ. പിന്നെ അവസാനം ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതാ കണ്ടോ മുളച്ചുണ്ടായത് ശാഖകൾ വരെ വന്നു. ഇനി ഇത് ഞാൻ എങ്ങനെ നട്ട് എന്നുള്ളത് ഞാൻ ഇതിൽ വന്ന് ഞാൻ തളിര് പൊട്ടിച്ച് നടുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ ഒരു ചെടി നടട്ടെ. ഞാന് കുറ്റിച്ചെടിയായിട്ട് ഇങ്ങനെ പോട്ടിലാണ് നടുന്നത് കേട്ടോ. ഇതിങ്ങനെ നിലത്ത് നട്ടാൻ ഭയങ്കര മരമാവെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങൾക്ക് മരമായിട്ട് മേലെ ലൈനിൽ പോയിട്ട് എപ്പം വെട്ടലാ ഞങ്ങൾക്ക് പണി. വെട്ടിയിട്ട് ഒതുക്കലാ പണി. ലൈനുണ്ട് മേലെ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ പോട്ടിൽ നടട്ടെന്ന് വിചാരിച്ചിട്ടോ. നടുമ്പോ നമ്മൾ സാധാ നടുമ്പോലെ തന്നെയാ പോട്ടില് ഇതിടുക. ചകിരി ഇട്ടുള്ള ഗുണങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ നനച്ചു കൊടുത്താല് മണ്ണ് ഒലിച്ചു പോകൂല, തടഞ്ഞു നിർത്തും. ഇനി അത് മാത്രമല്ല, പോട്ടിലാണല്ലോ നമ്മൾ നടുന്നത്, വേനൽക്കാലമാണല്ലോ, വേഗം ഉണങ്ങിപ്പോവും. പോട്ടിന്റെ ചുറ്റും വെയില് തട്ടി. അപ്പൊ നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുത്താലുണ്ടല്ലോ കുറെയൊക്കെ വെള്ളം ഇത് പിടിച്ചു നിൽക്കും. അപ്പൊ അടിയിൽ കുറച്ച് ചകിരി ഇടുക. ഇതൊക്കെ പൊളിച്ച ചകിരി. അപ്പൊ അടുത്ത് അതിന്റെ മേലെ ഞാൻ മണ്ണിടട്ടെ കേട്ടോ. മണ്ണെല്ലാം ഇവിടെ കൊണ്ടുപോയി വെച്ചതാ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചതാ. ഈ പച്ചക്കറി നടുപോലെ അങ്ങോട്ട് ഓമനിച്ചിട്ടൊന്നും ഞാൻ ഈ പൂച്ചെടികൾ നടയില്ല. കുറെ സീമക്കൊന്നന്റെ ഉണ്ട്, അതൊക്കെ അങ്ങ് ഇടട്ടെ. ഒക്കെ വള സീമക്കൊന്നൻ്റെത് ഇത്. അങ്ങനെ ആവുമ്പോ വേരിറങ്ങിയതാണല്ലോ, നിറയെ വേരാ. ഇപ്പൊ ഇത് മണ്ണ് ഉറപ്പൂര. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലേ മണ്ണ് ഉറച്ചില്ലെങ്കിൽ നല്ല വേരോട്ടം കിട്ടും. വേരോട്ടം കിട്ടുകയാണല്ലോ വേണ്ടത്. വേരോട്ടം കിട്ടിയാൽ ഇഷ്ടം പോലെ വേരുകൾ ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട് തണ്ടിനും ഇലകൾക്കും എത്തിച്ചു കൊടുക്കും. അപ്പൊ നല്ല ഉഷാറുള്ള ചെടിയായിട്ട് മാറും. ഞാനിതൊക്കെ അങ്ങ് ഇടുന്ന മൊത്തം എന്താ ഒക്കെ താന്നോളൂ. ഒക്കെ പൊന്തിക്കണൊന്നും കാര്യമല്ല. ഒക്കെ അങ്ങ് ഇരുന്ന് താന്നു പോവും. ഇപ്പൊ ഞാൻ ഇതില് മണ്ണിനോടൊപ്പം തന്നെ അടിയിൽ ചകിരിച്ചോറ്, പിന്നെ മണ്ണ്, പിന്നെ കുറെ പച്ചില എല്ലാം ഇട്ട് ഇതങ്ങ് നിറച്ചു. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വരുമ്പോ വീണ്ടും ഇട്ട് കൊടുക്ക. ഞാനിതാ
ഇത് ഞാൻ ഇതിനോട് അങ്ങ് കുത്തിങ് എടുത്തതാ, കുത്തി എടുത്തതാ. എന്താ കണ്ടില്ലേ? നിറയെ വേര, ഇതൊക്കെ വേര ചുറ്റും മണ്ണ് പോക്കുന്നില്ല. ഇവിടെ ഒരു തളിര് വന്ന്, ഇവിടെ വന്ന്, ഇവിടെ വന്ന്, ഇവിടെ വന്ന്, ഇതൊക്കെ തളിര് ഇവിടെയും വന്നു. നല്ലൊരു തയ്യാ. ഇത് നിങ്ങൾ നഴ്സറി പോയി വില ചോദിച്ചിണോ? ഇതിന്റെ വില ഞാൻ വാങ്ങിയ 350. അതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാ അങ്ങനെ നട്ടു. അപ്പൊ ഒരു മെലസ്റ്റോമ ചെടി. ഇത് VIP ആ, സാധാരണ ചെടിയല്ല ഇത്. അപ്പൊ അതിന് കുറച്ച് വിലയൊക്കെ ഉണ്ട്. നട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കാലോ. ഒരു ലക്ഷക്കണക്കിന് തൈ ഉണ്ടാക്കാം അതുകൊണ്ട്. ഒരു നഴ്സറി തന്നെ തുടങ്ങാം. ഇപ്പൊ അതാ വെയിറ്റൂല, നമുക്ക് ഏടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാം ഒരു പോട്ടില്. ഇനി ഇത് ഈ ശാഖകളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വന്ന് നിറച്ച് മൊട്ടിടും. മൊട്ട് കണ്ട അത്ഭുതപ്പെടും. ഞാൻ ഉണ്ടായത് കാണിച്ചു തരാം കേട്ടോ. എന്റെ ചെടി ഉണ്ടായ ഞാൻ ഇതിന്റെ മുമ്പ് 2 മാസം മുമ്പ് നട്ട് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ 2-3 മാസം മുമ്പ് നട്ട് പിടിപ്പിച്ചതാട്ടോ. ഇത് കണ്ടാ നിങ്ങൾ ഞെട്ടു. ഇതാ കണ്ടോ? ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട്. മൊട്ട് ഉണ്ടായിട്ടുണ്ട്, പൂവ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പൂവുണ്ടായതാ. മൊട്ട് വെക്ക്, ഇവിടൊക്കെ മൊട്ട. ഇതെല്ലാം മൊട്ട. ഇതൊക്കെ അങ്ങോട്ട് വിരിഞ്ഞുണ്ടാവണം. ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാവും. ഇത് പോട്ടിൽ നട്ട് കൊണ്ട് നല്ല രസാ. പിന്നെ വേറെ ഒരു പ്രശ്നം കേട്ടോ, നല്ല വെയിലാ മുറ്റത്ത് വെച്ചാൽ ഇത് നട്ടാ ഒരു പ്രശ്നവുമില്ല. അതിന് വെയിൽ വേണം. ഇത് വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയായത്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൊത്തി കൊത്തി നന്നാക്കി കൊടുക്കും. നല്ല വെള്ളം പിടിച്ചു നിൽക്കാൻ വേണ്ടി, ഒലിച്ചു പോവാണ്ടക്കാന്. ഇപ്പൊ കണ്ടില്ലേ, ഇന്ന് ഞാനൊന്ന് നട്ട്. എനിക്ക് ഈ 4 കൂടി നടാനുണ്ട്. ഇനി എങ്ങനെയാണ് ഞാൻ പുതിയ തൈ ഉണ്ടാക്കുന്നത് ചെടിമെന്ന് തന്നെ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് 2 മാസം മുമ്പ് നട്ട തന്നെയാട്ടോ. ഇതിനും ഇപ്പൊ നിറയെ മൊട്ട. ഇവിടെ എടോ ഒരു പൂവ് കണ്ടതാ. ഒരു പൂവ് വന്ന് നിറയെ മൊട്ട. അതിനും കണ്ടോ മൊട്ട് കണ്ടോ? 1, 2, 3 മൊട്ടല്ല, ഓരോന്ന് ഇതിനുണ്ടാവും. ഒരു 10-15 മൊട്ട് ഒന്നിച്ചങ്ങുണ്ടാവും. മൊട്ട് കൊണ്ട് നോക്ക്. മൊട്ടുണ്ടായത് ഇതങ്ങ് വിരിയുമ്പോ ഉണ്ടാകുന്ന ഒരു ഭംഗി. ഈ മെലസ്റ്റോമ നല്ല അടിപൊളി ചെടിയാട്ടോ. ഇതെന്താ അറിയ, ഇതിന്റെ ജെറേനിയ ഞാൻ തൈ പൊട്ടിച്ച്, തണ്ട് പൊട്ടിച്ച് നട്ടതിന് ഇപ്പൊ 2 പൂക്കൾ ഉണ്ടായി. ചെറുതാ. ഇവിടെതാ വേറൊന്ന് നട്ടതിനും ഒരു പൂവുണ്ടായി. ഞാൻ വേറൊന്ന് നട്ടത് അതില് ഇതിണ്ടാ മൊട്ടുണ്ടായി. ഇത് ജെറേനിയും മെലസ്റ്റോമിയും മതി നമ്മളെ മുറ്റത്ത്. നമ്മൾ വേറെ ഒന്നും വേണ്ട. അതൊക്കെ മൊട്ട, എണ്ണ തീരാത്ത മൊട്ട. ഇത് വിരിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇത് ജെറേനിയ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ മെലസ്റ്റോമയാണ് ഇപ്പൊ ഞാൻ ഉഷാറാക്കി എടുക്കുന്നത്, തൈ ഉണ്ടാക്കുന്നത്. ഞാൻ തൈ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇനി ഞാന് എങ്ങനെയാണ് തളിര് പൊട്ടിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ മെലസ്റ്റോമ ചെടിന്റെ കണ്ടില്ലേ, പൂവിടുന്നത് വേണ്ട, പൂവിട്ടത് നമുക്ക് വേണ്ട. ഇത് മൊട്ടുണ്ടാവും. നിറയെ മൊട്ടില്ലാത്ത ഒരു കമ്പ് കിട്ടൂല. അത് തെരഞ്ഞു പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചെടുക്കുക. ഒന്നിന് മൊട്ടുണ്ട്, സാരല്ല, മൊട്ട് ഒന്നുണ്ട്. 10-15 ആകുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഇതൊക്കെ തളിര കണ്ടോ, മൊട്ട് വന്ന് നിറയെ. ഇല്ലാത്ത ഒന്ന് തപ്പുക ഞാന്. മൊട്ടില്ലാത്തതൊന്ന് ഇതിന് മൊട്ടില്ല. ഈ മൊട്ടില്ലാത്തത് ഇങ്ങനെ അങ്ങോട്ട് ഈ അടിയിലെ ഭാഗം കളയ. അടിയിലെ ഭാഗം ഇത് രണ്ടും ഞാൻ ചെയ്തത് അങ്ങനെ. ഞാൻ എത്രയോ തൈ ഉണ്ടാക്കി, ഞാൻ കുറെ പേർക്ക് കൊടുത്തു. ഇനി എൻ്റെ അടുത്ത് വരുന്നവർക്കൊക്കെ ഞാൻ പൊട്ടിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ഇത് നടേണ്ട രീതി എന്നുള്ളത്. എന്നാ അവർക്ക് ധൈര്യമായിട്ട് നടാലോ. നമ്മൾ തപ്പിപ്പിടിക്കണം, പൂക്കളില്ലാത്തതായിരിക്കണം. പൂക്കളുള്ളത് എന്താണെന്നറിയോ? അത് നമ്മൾ ചെയ്യുന്ന അക്രമ, കൊല്ലും പോലെ. ഇതൊക്കെ അതവിടെ ഉണ്ട്. ഇതിന്റെ ഉള്ളില് വെയില് തട്ടാതെ നിന്നിട്ട് പൂക്കളില്ലാത്ത തളിരാപ്പോ ഇതൊക്കെ. ഇതൊന്നും പൂക്കളില്ല. ഞങ്ങളെ കാണിച്ചു തരുന്നത് ധൈര്യമായിട്ട് എനിക്ക് കാണിച്ചു തരാം. പണ്ട് ഞാൻ റാളെ മടക്കിന്നറിയോ? ഇത് ഉണ്ടാവൂരാന്ന് അറിഞ്ഞിട്ട് പൂക്കളില്ലാത്ത തപ്പിപ്പിടിച്ചിട്ട്
ഒന്ന് ഇത്. അപ്പൊ 3 ഒരു പാത്രത്തിൽ തന്നെ 4, 5, 6 ഒക്കെ വെക്കാം. ഇതിനൊന്നും പൂക്കളില്ല. ഇത് ഉള്ളിൽ വെയിൽ തട്ടാത്ത ഭാഗത്തായിട്ട് പൂക്കൾ ഇല്ലാണ്ട് നിന്നത്. അതിന് നല്ല സൂര്യപ്രകാശം വേണം. അടിയിലെ തളിരിതാ, ആ തളിരിന്റെ അടിയിലയില, മൂത്ത ഇല അങ്ങോട്ട് കളിയ. ഇങ്ങനെ കളഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഓരോന്ന് കളഞ്ഞ് ഇങ്ങനെ കാണിച്ചിരുന്നത്. ആർക്കും അറിയൂലേനു ഇത് തണ്ട് മുളക്കുന്നുള്ളത്. ഇത് ഞാൻ പരീക്ഷണം നടത്തി കണ്ടുപിടിച്ചതാ. പിന്നെ ഇത് വിജയിച്ചു. ഞാൻ ഇതിന്റെ മുമ്പ് തണ്ട് വലുത് നട്ടിരുന്നു. അതൊന്നും ഉണ്ടാവൂല കേട്ടോ, കട്ടി കൂടിയ പൂ. എന്താ കൊറേ എണ്ണങ്ങ് നടുക, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. പിന്നെ എന്നോട് ഓരോരുത്തർ ചോദിക്കൂ, അയച്ചു തരുമോ. ആർക്കും ഞാൻ കൊടുക്കും, ഇവിടെ വരണം. വീണ്ടും ഞാൻ പറയാണ്, ഇവിടെ വരണം. ഇതെല്ലാം ഞാൻ നടന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ വലിയ കമ്പ് കാണിച്ചു തരാം. ഇത് വണ്ണുള്ള കമ്പ്. ഇത് ഈ പെൻസിലിന്റെ വണ്ണുള്ള കമ്പ് ഒന്നും ഉണ്ടാവൂല കേട്ടോ, മുളക്കൂര. മുളക്കണമെങ്കിൽ നൈസ് കമ്പ് തന്നെ ആയിരിക്കണം. നൈസ് എന്ന് പറഞ്ഞാൽ ഇളമ കമ്പ്. ഞാൻ കാണിച്ചു തരുന്നത് ആരും നട്ടു പോണ്ടാന്ന് വിചാരിച്ചിട്ടാ. ഇനി ഞാൻ ഇത് നടന്ന് കാണിച്ചു തരാ. ഇത് മെലസ്റ്റോമ ഞാൻ ഇതുവരെ ഞാൻ കാണിച്ചത് മെലസ്റ്റോമയാ. എന്റെ ബോഗൺവില്ല പൂവിടാൻ തുടങ്ങിട്ടോ. ഇത് ഓറഞ്ച് കളറാ, ഓറഞ്ച് കളറ് തുടങ്ങി. ഇത് മഞ്ഞപ്പൂ വേറെ പീസ. ഇത് റോസ് കളറുള്ളത്, ഇത് കട്ടച്ചോപ്പ്. ഒക്കെ ആവുന്നേ ഉള്ളൂ, ആയി വരുന്നേ ഉള്ളൂ. ഇതേതാന്നറിയോ? ഇതെന്റെ ഡെയ്സിയ തുടങ്ങുന്നേ ഉള്ളൂ പൂവിടാൻ. ഒക്കത്തിനൊരു ടൈം ഉണ്ട്. തിരക്കൂട്ടിട്ട് കാര്യമല്ല, മഴ പോയിട്ടല്ലേ ഉള്ളൂ. നിങ്ങള് അവിടെയൊക്കെ അങ്ങനെ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയോ? എല്ലാം കമന്റ് ചെയ്യണേ. ഇത് മുളച്ച് ഉഷാറായത് നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ ഞാൻ നടുന്നതാണ് ഇത് കേട്ടോ. ഞാനിങ്ങനെ നേരിട്ട് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് സംശയം തീരല്ലോ. ഇങ്ങനെ ഇങ്ങനെ അങ്ങ് നടുക. അടിയിലെ തണ്ടൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ അങ്ങ് നട്ടു കൊടുത്താല് എന്ത് ഉഷാറിലുണ്ടാവുന്നറിയോ. ഇതിന് ഒരു പ്രയാസമില്ല. നമ്മൾ മനസ്സ് വെക്കണം. നമുക്ക് മനസ്സ് വെച്ചാൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. നീ ഇതങ്ങോട്ട് നട്ടിട്ട് പോയി കടന്നുറങ്ങിയാൽ ഒന്നും ഉണ്ടാവൂല. നമ്മൾ പോയിട്ട് ഇത് തണലത്ത് വെക്കണം ഒരാഴ്ച. വെയില് നേരിട്ട് തടിക്കാനേ പറ്റൂലേ. അപ്പത്തിന് ഇത് വാടിയാ കഴിഞ്ഞു. വാടിയാ പിന്നെ നോക്കണ്ട, നിങ്ങൾ ആരും നോക്കണ്ട. അപ്പൊ ഞാനിത് തണലത്ത് വെക്കും നനച്ചിട്ട്. എന്നിട്ട് ഒരാഴ്ച തണലത്ത് തന്നെ നിൽക്കൂ. എന്നിട്ട് ഉണങ്ങാണ്ട് ഇങ്ങനെ ജീവൻ വെച്ച പോലെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ പുറത്തിറക്കുള്ളൂ. അങ്ങനെ പുറത്തിറക്കിയത് കണ്ടോ, എത്ര ശാഖതിമലൊക്കെ ഉണ്ടായത്. ഇത്ര ഉള്ളതിനാണ് ഇപ്പം പിന്നെ നഴ്സറി പോയാൽ ആ വില കൊടുക്കുന്നത് നമ്മള്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാട്ടോ. അത് നിങ്ങൾ നോക്കണ്ട. ഇനി ആര് വന്നാൽ ഇതൊക്കെ ഞാൻ പൊട്ടിച്ചു കൊടുക്കും. നിങ്ങൾ ഉണ്ടാക്കിക്കോളി. ആർക്കും ഞാൻ കൊറിയർ അയക്കൂല കേട്ടോ. ഇവിടെ വന്നാ ഞാൻ തരൂ. എനിക്ക് സങ്കടം ഉണ്ട്, നിങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് നേരിട്ട് തരാൻ കഴിയുന്നില്ലല്ലോ. കണ്ടോ, ഒന്നിങ്ങനെ പിടിപ്പിച്ചു. ഇത് മുളച്ച് വന്നത് ഞാൻ 5 മുളച്ച് വന്ന് ഞാൻ ഒന്ന് നട്ട്. ഇത് കണ്ടോ, ഒന്ന് നട്ട്. ഇത് അതിന്റെ മുമ്പ് നട്ടതാ. പൂവിട്ട് വിരിഞ്ഞ്. ഇത് അതിന്റെ മുമ്പ്. ഇതിന്റെ പൂവാ കൊഴിഞ്ഞു രണ്ടാമത് വരുന്ന നിറയെ മുട്ട ഉള്ളത്. ഇതിപ്പോ മെലസ്റ്റോമന്റെ സംസ്ഥാന സമ്മേളനം പോലെ ഉണ്ട്. മേശപ്പുറം നിറച്ചതാ, ചെറുത് ഓരോ പ്രായത്തിലുള്ളത്. ഇത് കുഞ്ഞ്, അതിനേക്കാളും കുറച്ച് പ്രായം. അതിനേക്കാളും അപ്പൊ എന്റെ മെലസ്റ്റോമ എങ്ങനെ നടുന്ന് നിങ്ങൾ പഠിച്ചല്ലോ. ഇനി വലിയ പഠനം നിങ്ങൾക്കില്ല, ക്ലാസ് തരാനില്ല. കാരണം അത്ര A to Z വരെ ഞങ്ങളെ കാണിച്ചു തന്നു. എങ്ങനെയാണ് ഇപ്പൊ ഞാൻ പെൻസിലിന്റെ വണ്ണുള്ള കമ്പൊന്നും എടുക്കരുതേ, നൈസ് എടുക്കാവൂതാ ഇതുപോലുള്ളത്. അങ്ങനെ ആയിക്കഴിഞ്ഞുണ്ടാക്കിയാൽ ഇതുപോലെ പൂക്കൾ നിങ്ങളെ മുറ്റത്തുണ്ടാവും. നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല. പിന്നെ ചില സംശയാട്ടോ, നിങ്ങൾ വയനാട്ടിലല്ലേ, വയനാട്ടിൽ ഏത് സമയത്തും ഉണ്ടാവുന്നുള്ളു. പക്ഷെ വയനാട്ടിലായാലും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലുണ്ടല്ലോ ഒന്നും ഉണ്ടാവൂല. നമ്മളെ നോട്ടം പോലെ നിൽക്കൂ. നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രമേ ഇത് ഉഷാറിലുണ്ടാവുള്ളൂ. ഇത് വയനാടാണ്. ഇത് നാട്ടിൽ പോയി കടന്നുറങ്ങി നോക്കി ഒരു സംഭവം ഉണ്ടാവൂല. അപ്പോ എന്റെ മെലസ്റ്റോമ വീഡിയോ അത്രേ ഉള്ളൂ.
നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയിട്ടോ. ഞാന് എന്റെ കൃഷി ഇങ്ങനെ കാണിച്ചപ്പോ ഒരാളെ കമന്റ് ട്ടോ. കമന്റ് എഴുതിയ ആളെ പേര് ആലോചിച്ച് വെച്ചിന് മറന്നുപോയി. പ്രായായോക്കുമ്പോ ഒക്കെ മറന്നുപോവുക. പറഞ്ഞതെന്താന്നറിയോ? ഞങ്ങളിങ്ങനെ കൃഷി എടുക്കി ഞങ്ങളത് ബെഡിൽ കിടന്നുകൊണ്ട് കാണാന്ന്. എനിക്കത് വല്ലാത്തൊരു തമാശയായിട്ടു. അതില് കുറെ പഠിക്കാനുണ്ട്. ഗുണപാഠമുണ്ട് അതില്. നിങ്ങളിങ്ങനെ കൃഷി എടുക്കി ഞങ്ങള് ബെഡിൽ ഇരുന്നു കൊണ്ട് അത് കണ്ട് ആസ്വദിക്കാന്ന്. ഏതായാലും താങ്ക്സ് ട്ടോ. പറഞ്ഞാക്ക് അങ്ങനെയൊക്കെ മറുപടി എഴുതണമെങ്കിൽ നല്ലൊരു കഴിവ് വേണം. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ. എല്ലാവരോടും അസ്സലാമലൈക്കും.